പാനൂർ പ്രസ് ഫോറത്തിന്റെ മുഖാമുഖം പരിപാടിയിൽ സ്ഥാനാർത്ഥികൾ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെടുക്കുന്നത്. ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ജനപ്രതിനിധികളായിട്ട് ഒരു മുഖാമുഖം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ പ്രശ്നം ജനപ്രതിനിധികളുടെ മുന്നിലെത്തിക്കാനും ജനപ്രതിനിധികൾ നടപ്പാക്കുന്ന വികസന കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനും ഒരു ഇടനിലക്കാരൻ കൂടിയാണ് മാധ്യമം. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിമാരുടെ വികസന സങ്കല്പങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി പാനൂർ പ്രസ് ഫോറം ഒരുക്കിയത്. സ്ഥാനാർത്ഥിമാർക്ക് വളരെ പരിമിതമായ സമയമുള്ളൂ. നാളെ പ്രചരണം തീരുകയാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിൽ അക്കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിലെത്തിയ LDF സ്ഥാനാർത്ഥി PK പ്രവീൺ, UDF സ്ഥാനാർത്ഥി ജയന്തിരാജൻ, NDA സ്ഥാനാർത്ഥി ശിശിരാൻ, 3 പേരെയും പ്രസ് ഫോറത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇതേപോലെ ഇവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കാൻ പ്രസിഡന്റ് KK സജീവ് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം മോദിയും സെക്രട്ടറി സന്തോഷ്, വേദിയിൽ വിശിഷ്ട അതിഥികളായി എത്തിയ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ PK പ്രവീൺ മാസ്റ്റർ, ജയന്തിരാജൻ, അഡ്വക്കേറ്റ് G ഷിജില, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വോട്ടോട്ടത്തിലാണ്. കൊട്ടിക്കലാശം ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രഗത്ഭരായ 3 സ്ഥാനാർത്ഥികൾ അവര് ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളരെ സക്രിയമായി നിൽക്കുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങൾ ഒരു വേദിയിൽ ഇരുന്ന് പങ്കുവെക്കാനുള്ള ഒരു അവസരം ഒരുക്കിയാണ് പാനൂർ പ്രസ് ഫോറം. വളരെ ഹ്രസ്വമായ സമയത്ത് ഏറെ തിരക്കേറിയ ഒരു സമയമാണിത്. 5 മിനിറ്റ് നേരമാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിൽ അവരാഗ്രഹിക്കുന്ന, അവര് സ്വപ്നം കാണുന്ന വികസന കാഴ്ചപ്പാടുകൾ ഈ പൊതുജന സമക്ഷം അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ആണ് ഈ പ്രസ് ഫോറം ഇതിനെ കാണുന്നത്. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി PK പ്രവീൺ മാസ്റ്റർ, RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സ്കൂൾ അധ്യാപകൻ, ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അധ്യാപന സേവനത്തിൽ വിരമിച്ച അധ്യാപകൻ, അതോടൊപ്പം നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കൗൺസിലറായും നഗരസഭയുടെ കൗൺസിലറായും പഞ്ചായത്ത് മെമ്പറായും പ്രവർത്തിച്ചു. ഏറെ സജീവമായി നിൽക്കുന്ന സ്ഥാനാർത്ഥി. മറ്റൊന്ന് ജയന്തി രാജനാണ്. പൊതുരംഗത്തും ഈ സൂചിപ്പിച്ചതുപോലെ വളരെ സക്രിയമായി നിൽക്കുന്നു. മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹവും ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും സ്ഥിരസമിതി അധ്യക്ഷയായും പ്രവർത്തിക്കുന്നു. ജീവകാരുണ്യ മേഖലകളിലും സക്രിയമായി പ്രവർത്തിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വയനാടൻ ചുരമിറങ്ങി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി കടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടുകാരൻ കൂടിയായ G ഷിജില, BJPയുടെ നേതാവ്, BJPയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. നേരത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു. തലശ്ശേരി ബാറിലെ അഭിഭാഷകൻ, സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറെ സജീവമായി പ്രവർത്തിക്കുന്നതാണ്. 3 പേർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക്, MLA ആയി വരുമ്പോൾ നിങ്ങൾ നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്ക്, നാടിനെ ഉപകരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മാധ്യമ പ്രവർത്തകരുടെ എല്ലാ പിന്തുണയും പാനൂർ പ്രസ് ഫോറം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് ഇറക്കുകയാണ്. ലോട്ട് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇവരെ എങ്ങനെയാണ് അവരുടെ സമയക്രമം, അവതരണക്രമം നിശ്ചയിക്കുന്നത്. ലോട്ട് ഇവിടെയുണ്ട്. അതെടുത്തുകൊണ്ട് 1, 2, 3 ക്രമത്തിൽ ആണെങ്കിൽ സൗകര്യമായിരിക്കും. അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്.
ഒന്നല്ലേ രണ്ട് ഈ ക്രമത്തിൽ ഇരുന്ന ക്രമം തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ UDF സ്ഥാനാർത്ഥി ജയന്തി രാജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, എൻ്റെ പ്രിയ കൂടെ മത്സരിക്കുന്ന, ഒന്നിച്ച് ഞങ്ങൾ മത്സരത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികൾ, ബഹുമാന്യനായ പ്രവീൺ സാറ്, അഡ്വക്കേറ്റ് ഷിജിലാൽ, പ്രിയങ്കരന്മാരായ ഏറെ ബഹുമാന്യരുമായ പ്രസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏറെ ബഹുമാന്യരായ എൻ്റെ വോട്ടർമാരെ, പ്രിയ സുഹൃത്തുക്കളെ, കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മത്സര രംഗത്തുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ കഴിഞ്ഞ 19-ാം തീയതി എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂത്തുപറമ്പിലേക്ക് മത്സരത്തിനായി ഞാനിവിടെ എത്തുന്നു. ഐക്യജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ച വളരെ വലിയ ഉത്തരവാദിത്വം അത് കാര്യക്ഷമമായി പൂർത്തീകരിച്ച് വിജയം കൈവരിക്കണം എന്നുള്ള ഉറച്ച തീരുമാനവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാൻ വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി വന്നു എന്ന് സജീവൻ സാർ പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് സർ. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള പദവിയിൽ എത്തുന്നത് വരെ കഴിഞ്ഞ 20 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ജീവകാരുണ്യ, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ്. നിയമസഭ, പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുകളിലൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്തെ കാര്യങ്ങളെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിയമസഭ കാൻഡിഡേറ്റായി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കൂത്തുപറമ്പിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ട സ്വപ്നങ്ങൾ, കൂത്തുപറമ്പിനോടൊപ്പം കൂത്തുപറമ്പിൻ്റെ മനുഷ്യരുടെ, വോട്ടർമാരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ സമഗ്രമായ ഒരു വികസനത്തിനും കൂത്തുപറമ്പിൻ്റെ വലിയൊരു മാറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുകയാണ്. കൂത്തുപറമ്പിൽ ഞാൻ എൻ്റെ ഒരു പ്രകടന പത്രിക എൻ്റെ വോട്ടർമാർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ എനിക്ക് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കൂത്തുപറമ്പിലെ അപാലവൃദ്ധം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് സമസ്ത മേഖലകളുടെയും പുരോഗമനവും ആ മനുഷ്യരുടെ ഇടയിൽ അവരെ ആഗ്രഹിക്കുന്ന, അവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പുറത്തുനിന്നും ചുരമിറങ്ങി എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം മത്സരിച്ച ആളുകളൊക്കെ തന്നെ MLA-മാരായ ആളുകൾ, നമ്മുടെ MP ഷഫീഖ് എല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു അന്യതാബോധമൊന്നുമില്ല. ഞാൻ ഈ കൂത്തുപറമ്പിലും കണ്ണൂരിലും ഒക്കെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കിവിടെയുള്ള മനുഷ്യരെയെല്ലാം തന്നെ എൻ്റെ സ്വന്തക്കാരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴേ അവിടെയും ആളുകൾ എന്നോടൊരു അന്യതാ മനോഭാവമൊന്നും കാണിച്ചിട്ടില്ല. എന്നെ ഒരു മകളായിട്ടും സഹോദരിയായിട്ടും ഒക്കെ അവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്ക് തോന്നുന്നു കൂത്തുപറമ്പിൽ ഞാൻ പ്രഥമ പരിഗണനയായി പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നത് കൂത്തുപറമ്പിൻ്റെ ആരോഗ്യരംഗമാണ്. ഒരു വയനാട് ജില്ലക്കാരി എന്നുള്ള നിലയിൽ അവിടെ ആരോഗ്യരംഗത്ത് ഞങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം ഇവിടെ വരുമ്പോൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൂത്തുപറമ്പിലെത്തി ഞാൻ ആദ്യം കൂത്തുപറമ്പിൻ്റെ താലൂക്ക് ആശുപത്രി കാണാൻ പോയിരുന്നു.
അവിടെ ചെല്ലുമ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ്. കെട്ടിടമൊക്കെ ഉണ്ട്, ഭംഗിയായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്തെ സാങ്കേതിക സംവിധാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ടെക്നിക്കലായി നമ്മൾ അവിടെ തയ്യാറാക്കേണ്ട ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ പാനൂര് പോയപ്പോഴും അതിനകത്ത് സംവിധാനങ്ങൾ കുറവാണ്. നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാർ അല്ലെങ്കിൽ നമ്മുടെ കൂത്തുപറമ്പിലെ മനുഷ്യരെ, ആ ജനങ്ങൾ എന്നെ വിശ്വസിക്കുമ്പോൾ അവർക്കാവശ്യമായ ആരോഗ്യ സംവിധാനങ്ങൾ പുറത്തു പോകാതെ എൻ്റെ മണ്ഡലത്തിനകത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എക്സ്റേ മുതൽ ഇന്ന് നമുക്ക് റോബോട്ടിക് സംവിധാനങ്ങളിലേക്ക് വരെ ഹോസ്പിറ്റലുകൾ മാറിയിട്ടുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് പോയി വലിയ പൈസ കൊടുത്ത് ചികിത്സ നേടുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപോലെ സാധ്യമല്ലാത്ത കാര്യമായതുകൊണ്ട് ആ ആരോഗ്യ രംഗത്ത് റോബോട്ടിക് സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ അവിടെ ലഭ്യമാകുന്ന നിലയിൽ നമ്മുടെ പാനൂരാണെങ്കിലും കൂത്തുപറമ്പാണെങ്കിലും മറ്റ് മേഖലകളൊക്കെ നമുക്ക് ആ നിലയ്ക്ക് കൂത്തുപറമ്പ് തുടങ്ങി രണ്ടറ്റം വലിയ മണ്ഡലമുണ്ട്. അപ്പോൾ ആ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നത് ഹാപ്പിനെസ് പ്രോജക്റ്റാണ് മറ്റൊന്ന്. നമുക്ക് ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ സന്തോഷം, അതായത് ഹാപ്പി ഫെസ്റ്റുകൾ, നമ്മളിപ്പം നമുക്കറിയാം മറ്റ് നാട്ടുകളിലൊക്കെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ആ ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈബുള്ള സ്ഥലങ്ങൾ, ആ തലത്തിലേക്ക് ചെറിയ കഫേകൾ, പിന്നെ അതുപോലെ രണ്ട് തലമുറയും, നമുക്ക് പഴയ തലമുറയും പുതിയ തലമുറയും ഒരുമിച്ചിരുന്ന് അവരുടെ സൗഹൃദങ്ങൾ കൈമാറാൻ കഴിയുന്ന, അനുഭവങ്ങൾ കൈമാറാൻ കഴിയുന്ന, മനസ്സിന് ഹാപ്പി നൽകാൻ കഴിയുന്ന, മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ കഴിയുന്ന സംവിധാനങ്ങളിലേക്ക് അവരെ എത്തിക്കാവുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമുക്കറിയാം സമഗ്ര പാലിയേറ്റീവ് പ്രോജക്റ്റാണ്. എനിക്ക് ഈ മണ്ഡലത്തിലെ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ ഞാൻ പരമാവധി വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന എൻ്റെ പര്യടനം ഏകദേശം അടുത്ത പുലർച്ചയോടുകൂടിയാണ് അവസാനിക്കാൻ. ഇപ്പോൾ വീടുകൾ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 50% വീടുകൾക്കകത്തും സ്ട്രോക്ക് ബാധിച്ച പേഷ്യൻസ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരം മനുഷ്യരെ മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനത്തിൽ കിടപ്പരോഗികളായി പോയവര്, അതുപോലെ നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന കുറേ പേഷ്യൻസിനെ കഴിഞ്ഞു, ഞരമ്പുകൾക്ക് ക്ഷതം പോലെയുള്ള കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ അവരെ ഒപ്പം നിർത്തി അവർക്കാവശ്യമായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനവും ഒപ്പം അവർക്കാവശ്യമായ മരുന്നും സംവിധാനങ്ങളും ഒക്കെ ഗവൺമെന്റ് സംവിധാനത്തിൽ ഫിസിയോതെറാപ്പി അടക്കം അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിനുള്ളത്. മറ്റൊന്ന് വേറൊരു സംഭവം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം. ഇവിടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. അതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നതൊന്നുമില്ല. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് അവരെ ടെക്നിക്കലായും മണ്ഡലത്തിന് പുറത്തു പോകാതെ മണ്ഡലത്തിനകത്ത് തന്നെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കാരണം എന്താ ചോദിച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും പ്രവാസികൾ. അപ്പോൾ വീടുകളിലെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ പുരുഷന്മാർ കുറവായതുകൊണ്ട് തന്നെ അവർ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ +2 ഡിഗ്രി പൂർത്തിയാക്കി കുട്ടികളെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. അത് മാറ്റിയെടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഒരുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ തൊഴിലധിഷ്ഠിത കോഴ്സുകളടക്കം ഇവിടെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ തന്നെ ആ നിലയ്ക്ക് മാറാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ളത് ഒന്ന് സ്പോർട്സ് ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളിക്കളങ്ങളാണ്. ആരോഗ്യമുള്ള സമാധാനമുള്ള കൂത്തുപറമ്പിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളെ കുറിച്ചൊന്നും ഓർത്തിട്ട് ഇനി കാര്യമില്ല, അത് നടന്നു പോയതാണ്, മാറ്റാൻ കഴിയില്ല. പക്ഷെ പുതുതായി നമുക്ക് വളർന്നു വരുന്ന തലമുറ അവർ സൗഹൃദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി കളിക്കളങ്ങളിൽ അവരുടെ ആരോഗ്യം മാത്രമല്ല മാനസികമായും അവരുടെ സൗഹൃദ ബന്ധങ്ങളും വളരാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ക്ലബ്ബുകളെ മാറ്റി അവിടെ കളിക്കളങ്ങൾ ഉണ്ടാക്കി അതിലെ എല്ലാ സംവിധാനവും ഒരുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് പിന്നെ നമ്മൾ സ്ത്രീകളുടെ കൂടെ അവരുടെ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങിയപ്പോൾ സ്ത്രീകളുടെ സങ്കടവും പരിഭവങ്ങളും ഒക്കെ കേട്ടപ്പോൾ ആ മാനസിക പ്രയാസത്തിനൊപ്പം അവർക്ക് കരുത്തും കാവലുമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാർഷിക മേഖല, അതുപോലെ നമ്മൾ വിവിധ മേഖലകളിലുള്ള എല്ലാ മനുഷ്യർക്കും ഒപ്പം ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ കണ്ടത് കനകമലയിലും അതുപോലെ വാഴമലയിലും ഒക്കെ ഇന്നലെ സന്ദർശിച്ചു വന്നപ്പോൾ അത് നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. അത് കൂത്തുപറമ്പിനെ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയും. ആ മലകൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റി അവിടെ വികസനം കൊണ്ടുവന്ന് റോഡുകളൊക്കെ വൃത്തിയായി ചെയ്ത് ഭംഗിയായി അടിസ്ഥാന സൗകര്യ വികസനം കൂടെ സാധ്യമാക്കിയാൽ അവിടെ ഏറ്റവും ഭംഗിയായി കൂത്തുപറമ്പിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കൂത്തുപറമ്പിനൊപ്പം
കൂത്തുപറമ്പുകാരിയായി. കൂത്തുപറമ്പിൽ തന്നെ ഉണ്ടാവണം, ചുരം കയറി പോകാനല്ല, ചുരം ഇറങ്ങിയത് ഇവിടെ കൂത്തുപറമ്പിന്റെ മകളാകാൻ വേണ്ടിയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാം. നന്ദി. കുറച്ച് സമയം കൂടുതൽ എടുത്തു. നന്ദി. അടുത്തതായി LDF സ്ഥാനാർത്ഥി PK പ്രവീൺ മാസ്റ്റർ, അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസ് ഫോറത്തിന്റെ പ്രസിഡന്റ് സജീവ് മാസ്റ്റർ, മറ്റു പത്ര സുഹൃത്തുക്കളെ, ബഹുമാനം നിറഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, അതിലുമുപരി എൻ്റെ അടുത്തുള്ള എൻ്റെ സ്ഥാനാർത്ഥികളായ ജയന്തി രാജ്, വക്കീൽ ഷിജിൻലാൽ, ബഹുമാന്യരെ, കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൂത്തുപറമ്പിലെ രാഷ്ട്രീയ ജാതി മതത്തിന് അതീതമായ എല്ലാവരുടെ മനസ്സിലും പ്രവീൺ എന്ന ആ പേരും എൻ്റെ ഒരു മുഖവും ഉണ്ടാവും. രമേശ് മാഷ് ആ മുഖത്ത് പറയുമ്പോഴും ആ ചിരി വരുന്നുണ്ട്. അങ്ങനെ വികസനം എന്ന രീതിയിൽ തുടർച്ചയുണ്ടാക്കാനാണ് ഇതിൻ്റെ മുൻ സാരഥികൾ ഇവിടെ ഭരിച്ച KK ശൈലജയുടെ കാലഘട്ടത്തിലും അതേപോലെ KP മോഹനന്റെ കാലഘട്ടത്തിലുള്ള വികസനങ്ങൾ അതിൻ്റെ തുടർച്ച ഏറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ചത്. അതേപോലെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഉണ്ടായി, ഫയർ സ്റ്റേഷൻ, ഇതെല്ലാം വികസനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ കാര്യങ്ങളാണ്. പല മേഖലയിൽ വികസനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പാനൂർ ഏറ്റവും വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്നത് പാനൂർ താലൂക്ക് ആശുപത്രിയുടെ ഒരു കെട്ടിടമാണ്. അതൊരു ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ആ സ്റ്റേ നീങ്ങിയിരിക്കുകയാണ്. കിഫ്ബിയിൽ നിന്ന് 94 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റു സാങ്കേതിക പ്രശ്നം കഴിഞ്ഞാൽ അതിൽ അടുത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. അതേപോലെ വലിയൊരു സ്വപ്നമാണ് ഈ നിയോജക മണ്ഡലത്തിൽ നമ്മൾ പ്രത്യേകിച്ച് യുവാക്കൾക്കും കായിക പ്രേമികൾക്കുമുള്ള ഒരു സ്റ്റേഡിയം. പ്രത്യേകിച്ച് യുവാക്കളെല്ലാം വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ അവരെ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും എന്ന നിലയിലേക്ക് അവരെ സ്റ്റേഡിയത്തിലൂടെയും മറ്റു കലാകായികയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് വന്നത്. അതേപോലെ വലിയ വെളിച്ചത്തുണ്ടായ ഇപ്പോൾ കുറേ അധികം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഗവൺമെന്റ്. അതനുസരിച്ച് കുറേ യുവാക്കൾക്ക് അവിടെ തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ നവോദയ കുന്നിന്റെ മുകളിൽ 506 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രവൃത്തി പൂർത്തീകരിക്കും. അതനുസരിച്ച് അവിടെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടൊന്നും വേണ്ടത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതായത് കണ്ണവം, വാഴമല, കനകമല കേന്ദ്രീകരിച്ചില്ല. ടൂറിസ്റ്റ് കേന്ദ്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് പല മേഖലയിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. വേറെ ഏതെല്ലാം രീതിയിൽ വികസനം നടത്തുമ്പോഴും അതിവിടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായിട്ടോ അതേപോലെ മുനിസിപ്പൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള കാർഷിക, വ്യാവസായിക വികസന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്താൻ നോക്കുന്നത്. പിന്നെ അതേപോലെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പാനൂരിൻ്റെ നഗരസഭയുടെ ആസ്ഥാനം. ആ ആസ്ഥാന മന്ദിരം അവിടുത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും വലിയൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തും. അതിനും ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവരും ഒരുമിച്ചുണ്ടാവും എന്ന വിശ്വാസത്തിലാണ് പോകുന്നത്. അവിടെ രാഷ്ട്രീയ ജാതിഭേദ മന്യേ അന്നും നോക്കാതെ എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഉദ്ദേശമാണ്. ഓരോരോ പൗരന്റെയും അവരുടെ വികസനം എന്താണോ, ക്ഷേമം എന്താണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് വികസനം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ നിങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച എന്നെ ആ പ്രതിഷ്ഠയിലൂടെ ഈ വിജയം ഉറപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് മാത്രമല്ല പറയാം. അടുത്തായി LDA സ്ഥാനാർത്ഥി G. ഷിജിൻലാലിനെ ആദരവ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രവീൺ മാഷ്, ശ്രീമതി ജയന്തി നടരാജൻ, ജയന്തി രാജൻ, മാധ്യമ സുഹൃത്തുക്കളെ,
പ്രിയപ്പെട്ട സഹോദരികളെ എല്ലാവർക്കും നമസ്കാരം. സഹോദരന്മാരെ നമസ്കാരം. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഈ 3 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, പഴയ പെരിങ്ങളമായാലും 2011 ശേഷമുള്ള നമ്മുടെ കൂത്തുപറമ്പ് മണ്ഡലമായാലും കാലാനുസൃതമായിട്ടുള്ള ഒരു വികസനം ഇവിടെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ജയിച്ചിട്ടുള്ള ആളുകൾ മന്ത്രിയായിട്ടുണ്ട്. അത് LDF ആയാലും UDF ആയാലും മന്ത്രിമാരായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വികസനം നമ്മുടെ മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. BJPക്ക് NDAക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ പാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. പെരിങ്ങത്തൂർ മുതൽ കൂത്തുപറമ്പ് വരെയുള്ള 4 വരി പാത യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും. അനുമതി ലഭിച്ചുവെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ചില കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. നമുക്കിവിടെ ഈ 4 പുതിയ ജംഗ്ഷനിൽ പോയാൽ അറിയാൻ പറ്റും അവിടുത്തെ ഗതാഗതം കൊടുക്കുക. അതേ അവസ്ഥ തന്നെയാണ് റിംഗ് റോഡുകൾ യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയെങ്കിലും അതും ഇപ്പോ ആദ്യ വഴിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് BJP പ്രതിനിധി എന്ന നിലയിൽ പറയാനുള്ളത്. മറ്റൊന്ന് താലൂക്ക് ആശുപത്രിയുടെ കാര്യമാണ്. ഇവിടെ പാനൂർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തി 2014 സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുപാട് ഫണ്ട് തിരിച്ചെങ്കിലും ഇപ്പോഴും താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമോ അതേപോലെ തന്നെ കെട്ടിടമോ കൂടിയില്ല. കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു അസുഖം വന്നാൽ കണ്ണൂരും കോഴിക്കോടൊക്കെ പോകേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് NDA സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താലൂക്ക് ആശുപത്രി എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കും എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കൂടാതെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയായി ഉദ്ഘാടനം ചെയ്തു, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. വലിയ കെട്ടിടമൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇപ്പോഴും അവിടെ ഡോക്ടർമാരും സ്റ്റാഫിനെയും നിശ്ചയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് BJP ഇവിടെ ജയിക്കുകയാണെങ്കിൽ, NDA ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താലൂക്ക് ആശുപത്രിയിൽ വേണ്ട ഡോക്ടർമാരെയൊക്കെ നിയമിച്ചുകൊണ്ട് പ്രവർത്തനം ഉടൻ തുടങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് നേരത്തെ വാഴമല നരിക്കോട് മലയെ സംബന്ധിച്ച് പറഞ്ഞു. ഇക്കോ ടൂറിസം പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും NDA ഇവിടെ ജയിക്കുകയാണെങ്കിൽ, ഞാൻ ജയിക്കുകയാണെങ്കിൽ, ഇക്കോ ടൂറിസം പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് വാഴമലയെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റും. കനകമലയിലും ഇതേ അവസ്ഥയാണ്. ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി BJP ജയിച്ചാൽ അത് മാറ്റാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം നമ്മുടെ റോഡുകളുടെ അവസ്ഥ. കൊയിലൂർ ഭാഗത്തൂടെ ഒന്ന് നമ്മൾ സഞ്ചരിച്ചാൽ നമുക്കറിയാൻ പറ്റും, എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകൾ ഒരുപാടുണ്ട്. ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കിയെടുക്കാൻ വേണ്ടി BJPക്ക് സാധിക്കും എന്നാണ് ഒരു കാര്യം പറയാൻ. അതുപോലെ ആവശ്യത്തിന് KSRTC ബസ്സുകൾ നമ്മുടെ പ്രദേശത്ത് ഓടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്നതുമാണ്. കൂടാതെ നമ്മുടെ ഈ പാനൂർ നഗരസഭയ്ക്ക് ഒരു ആസ്ഥാന കേന്ദ്രമില്ല. നമ്മുടെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള പാനൂർ നഗരസഭയ്ക്ക് ഒരു ആസ്ഥാന കേന്ദ്രം
നിർമ്മിക്കണം. ഇവിടെ നമുക്കറിയാം, ഇവിടെ പാനൂർ പുത്തൂർ റോഡിൽ നമുക്ക് നോക്കിയാൽ കാണും, അവിടെ രജിസ്റ്റർ ഓഫീസിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. പെയിന്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ അതും നടന്നില്ല. അപ്പൊ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു നടപടി അതല്ലാതെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി BJP ജയിച്ചാൽ നമുക്ക് സാധിക്കും. ഒരുപാട് പാലങ്ങൾ നമ്മൾ MLA-യുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചെമ്മരിയോട് പാലം, അത് ആ ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ കടന്നു പോകുന്നതാണ്. ആ പാലം പൊട്ടിപ്പൊളിഞ്ഞിട്ട് 2 വർഷത്തോളമായി. ഇതുവരെ അത് പുനർനിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. യാത്ര അതിലൂടെ വാഹനങ്ങൾ പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള പാലങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ BJP ഇവിടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും സാധിക്കും. സമഗ്രമായിട്ടുള്ള വികസനമാണ് BJP ഇവിടെ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് കേന്ദ്ര പദ്ധതികൾ ഉണ്ട്. ആ പദ്ധതികളെല്ലാം തന്നെ തടസ്സമില്ലാതെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേർക്കാൻ ഒരു BJP പ്രതിനിധി ജയിച്ചാൽ ഇവിടെ സാധിക്കും. അതുകൊണ്ട് ജനങ്ങൾ വികസനമാണ് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വികസനത്തിന് വേണ്ടി ഇത്തവണ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ എല്ലാ ആളുകളും ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് BJP-യുടെ പ്രതിനിധിയെ ജയിപ്പിക്കും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഏറെ നന്ദി ഷിജില സർ. ഇവിടെ വൈലപ്പിയാണ്. 3 പേർക്കും ഒരിക്കൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 പേരും കന്യാംഗത്തിലാണ്. മറ്റു തെരഞ്ഞെടുപ്പ് മത്സരിച്ചെങ്കിലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വിശ്വാസംസകൾ പ്രസ്പോർത്തിന് വരുന്ന മാത്രമേ പോകാവൂ എന്ന് കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി അബ്ദുള്ള. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഈ ഒരു പരിപാടി തിരക്കുകൾക്കിടയിൽ വന്ന് ധന്യമാക്കി തീർത്ത 3 സ്ഥാനാർത്ഥികൾക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി പറയുന്നു. നിങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകൾ പൂർത്തീകരിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ എന്ന പ്രയാസമുണ്ടാകുമ്പോൾ തന്നെയും പ്രാർത്ഥനയോടെ ഇവർക്കും നന്ദി ചാലിച്ച പ്രാർത്ഥനകൾ നേരുകയാണ്. അസതോമ സത്കവയ തപസോമ ചോദൽ കവയ മധ്യോമ അമർത്തൻ കവയ. ഇരുട്ടിലേക്കും നിർജീവതയുടെ ജീവിതത്തിലേക്കും എന്നെ നയിക്കണമേ എന്ന മനോഹരമായ പ്രാർത്ഥന മണ്ഡലത്തിന് വേണ്ടി കൂടി 1000 നന്ദിയുടെ നറുമണങ്ങളായി സമർപ്പിച്ചുകൊണ്ട് പ്രസംഗത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. വികസന സ്വപ്നങ്ങളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ച് പാനൂർ പ്രസ് ഫോറം. പാനൂർ പ്രസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികളായ PK പ്രവീൺ, ജയന്തി രാജൻ, അഡ്വക്കേറ്റ് ഷിജിലാൽ, പ്രസ് ഫോറം പ്രസിഡന്റ് KK സഞ്ജീവ് കുമാർ, സെക്രട്ടറി K സന്തോഷ്, അബ്ദുള്ള പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങളൻ ന്യൂസ്, പാനൂർ.